ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും. ഈ വേവിച്ചെടുത്ത കിഴങ്ങാണ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 2 മുട്ട ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ട് കുറക്കൊക്കെ ചെയ്യാൻ ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഞാൻ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയും ക്യാരറ്റും ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മാറ്റി വെച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായി ഉടച്ചെടുക്കാം. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ചൂടാറിയ മസാലയാണ്, ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത്. നന്നായി കൈക്കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. കുറച്ച് സേമിയയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിനെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്ത് സേമിയയും കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
നമ്മുടെ സ്നാക്കായ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു ചട്ടിയിൽ എണ്ണ പാർന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ലിക്വിഡുകൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ സേമിയൊക്കെ ചെറുതായി വരും. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് തന്നെ ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ. ഞാൻ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിം ആക്കണം. അത് എണ്ണ നന്നായി ചൂടാവണം. എന്നിട്ട് മീഡിയം ടു ലോ ആക്കി കൊടുക്കണം. അതിൽ സേമിയം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്കാണ് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ലിക്വിഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.